നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റാഗി കൊണ്ട് ഒരു കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് ആദ്യം റാഗിപ്പൊടി വറുത്തെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാൻ ഒരു ചീനിച്ചട്ടി അടുപ്പേ വെച്ചു. അത് ചൂടായപ്പോഴേ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു. ഒരു ടേബിൾ സ്പൂണാണ് നെയ്യ് ഒഴിച്ചേക്കുന്നത്. പിന്നെ ഒരു കപ്പ് പൊടിയിട്ട് വറുത്തെടുത്തു. വറുത്തതിന് ശേഷം ചൂടുവെള്ളം വേണം, നല്ല തിളച്ച വെള്ളം. നമുക്ക് അതും തയ്യാറാക്കാം. ഇപ്പോഴേ പൊടി ഏകദേശം മൂത്ത് വരുമ്പോഴേ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ വിരലിൽ നിന്ന് വിട്ടു പോരും. ആ പരുവാകുമ്പോൾ വാങ്ങി വയ്ക്കുക. പിന്നെ സ്വല്പം ഉപ്പൂടെ ചേർത്ത് ഞാൻ വെള്ളം തിളപ്പിച്ചെടുത്തു. അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് പൊടി മാറ്റി വെച്ചു. എന്നിട്ട് ചൂടുവെള്ളം കുറേശ്ശെയായി ഒഴിച്ച് കുഴച്ചെടുത്തു. ചൂടാറിയ ശേഷം നമ്മുടെ കൈ തൊടാവുന്ന പരുവത്തിൽ മാത്രമേ അത് കുഴച്ചെടുക്കാവൂ, അല്ലെങ്കിൽ കൈ പൊള്ളിക്കും. പിന്നെ ഇച്ചിരി ജീരകവും ഏലക്കായും എടുത്ത് അതൊന്ന് പൊടിച്ച് വെച്ചു. ആ പൊടിയും ഈ പൊടിയിലേക്ക് ചേർത്ത് ഞാൻ കുഴച്ചിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ പറ്റും. പിന്നെ തേങ്ങ, സ്വല്പം പഞ്ചസാര, ഒരു സ്പൂൺ ശർക്കരയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ശർക്കര ഉരുക്കിയും തേങ്ങ ഇട്ട് എടുക്കാം. പക്ഷെ ഞാൻ പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഒരു ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനിയും ചെറിയ ഉരുളകളാക്കി ആ ഉരുളകളുടെ നടുക്ക് ഒരു പഞ്ചസാര കൂട്ടുകൾ വയ്ക്കാനായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിൽ പഞ്ചസാര കൂട്ട്, തേങ്ങയും ശർക്കരയും പഞ്ചസാരയും കൂടി ഇളക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് നമുക്ക് അതിൽ വെച്ച് വീണ്ടും ഉരുട്ടിയെടുത്ത് ചെറിയ ചെറിയ ബോളുകളാക്കി വയ്ക്കാം. അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് റാഗിപ്പൊടി കൊണ്ട് 6 ബോൾസുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് ഒരു ഇഡലി പാത്രമെടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചു. വെള്ളം നന്നായി തിളച്ചപ്പോൾ ഓരോ കൊഴുക്കട്ടയും ഉള്ള ബോൾസുകളാക്കിയത് ഇട്ട് കൊടുക്കും. വെച്ച് കൊടുത്ത് ഇനിയും അത് വേഗത്തെ അടച്ചു വയ്ക്കാം. കുറച്ച് സമയം കഴിഞ്ഞ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഓരോന്നും. എല്ലാം കൂടെ 10 മിനിറ്റ് നേരം മതി വേകാനായിട്ട്. 10 മിനിറ്റിനുള്ളിൽ വെന്ത് കിട്ടും. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും അറിയാമെന്നറിയാം. ഞാനിന്ന് ഉണ്ടാക്കിയതാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതുകൊണ്ട് പുട്ട്, ദോശ, കുറുക്ക് എല്ലാം ഉണ്ടാക്കാവുന്നതാണ്. അവരവരുടെ നാവിനനുസരിച്ച് രുചിക്കനുസരിച്ച് പഞ്ചസാര, ശർക്കര ഒക്കെ ചേർക്കാവുന്നതാണ്. അപ്പോഴേ നമ്മുടെ കൊഴുക്കട്ടയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം.
അപ്പോഴേ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു സബ്സ്ക്രൈബ് തന്നേക്കണേ. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പിന്നെ ഞാൻ ഏത്തപ്പഴവും പുഴുങ്ങിയെടുത്തു.